ക്ഷേമ പദ്ധതികളൊക്കെ വലിയ തോതിൽ പ്രഖ്യാപിച്ചിട്ട് ഇടുക്കിയിൽ ഉടുമ്പൻചോല MLA ചോദിച്ച ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പെൻഷൻ വാങ്ങി ശാപ്പിട്ടിട്ട് എന്നായിരുന്നു ആ പരാമർശം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ എന്ന്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ശാപ്പിടാൻ നൽകുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു തുറന്ന പ്രഖ്യാപനം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ ഞാനന്ന് നോക്കിക്കണ്ടത്. മണ്ണാർക്കാട് ഇപ്പം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു പരാമർശമുണ്ടായി. തറവാട്ടിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമത്രേ. അപ്പം ഒന്നുകിൽ ഇത്രയും നാളും അവിടെ ചെന്ന സ്ത്രീകൾ തറവാട്ടിൽ പറഞ്ഞവരല്ല, അവർ മോശപ്പെട്ട ആളുകളായതുകൊണ്ട്, അവർക്ക് ഈ പറയുന്ന ഒരു മാടമ്പി സ്വഭാവം അവകാശപ്പെടാനില്ലാത്തത് കൊണ്ട്, അവർക്ക് മോശക്കാരായതുകൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമെന്നാണോ, അതോ ഇനി ഈ കോൺഗ്രസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകൾക്ക് കയറാൻ ചെല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലുള്ള സ്ത്രീകളെ അങ്ങോട്ട് ഇതുവരെ പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് അരാഷ്ട്രീയം സംസാരിക്കുന്ന നിലയ്ക്ക് നേരത്തെ സ്മൃതിപാഠം പറഞ്ഞതുപോലെ കുറച്ചൊക്കെ നീതിയും ന്യായവും കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയും കുറച്ചൊക്കെ അന്തസ്സോടെയും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് വടകര തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പയറ്റിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമുദായിക രാഷ്ട്രീയവും വിഘടന രാഷ്ട്രീയവുമാണ്. ആ നിലയ്ക്ക് കേരള രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പോകരുത് എന്ന ആത്മാർത്ഥമായ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. മുന്നണി യുദ്ധങ്ങളിൽ അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന സംശയമുണ്ടെങ്കിൽ